ചില ദിവസങ്ങളില് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാതെ ഞാൻ ഡ്യൂട്ടിക്ക് ഓടി പോവാറുണ്ട്. അപ്പൊ ഡ്യൂട്ടിക്കിടയിൽ പെട്ടെന്നൊന്നും കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ അവിടെ ചെന്ന് കഴിക്കാൻ ക്യാൻറ്റീന്റെ മുന്നിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴാ ഉള്ളൊന്നും പെടയാ. അത് ഈ ആവി പറക്കുന്ന ആഹാരം കണ്ടിട്ടൊന്നുമല്ല. ആ കാശൂടെ ഉണ്ടെങ്കിൽ ശ്രുതിയുടെ പഠിപ്പിനുള്ള ഫീസ് കൊടുക്കാന്ന് കഴിയാം. പക്ഷെ അത് ഈ വീട്ടിലിരിക്കുന്ന അമ്മമാരൊന്നും ചിന്തിക്കാറില്ല. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന എന്നെ പോലുള്ള അച്ഛന്മാരുടെ ആദ്യം അതിനെ വീട്ടിലുള്ള ആരും ആലോചിക്കാറും ചിന്തിക്കാറൊന്നുമില്ല. അതൊന്നും അവരുടെ തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ലോകത്തുള്ള എല്ലാ അച്ഛന്മാരുടെയും വിധിയ. പിന്നെ ചെറുപ്പം മുതലേ ശ്രുതി കാണുന്നത് കഴിഞ്ഞ പോയ ചെരുപ്പും കീറിയ കുപ്പായോ കിട്ടി നടക്കുന്ന അച്ഛനല്ലേ. വില കൂടിയതൊന്നും ഉപയോഗിക്കാത്തൊരച്ഛൻ. അച്ഛന് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് ചിന്തിച്ചപ്പോ ഈ തോർത്തവന്റെ മനസ്സിലേക്ക് വന്നത് അതുകൊണ്ടായിരിക്കും. ഇല്ലടാ മോനെ, വീട്ടിലിരിക്കുന്നതും വില കൂടിയ ഷർട്ടും പാന്റും വാച്ചും ഒക്കെ കിട്ടിയിട്ട് എന്താ കാര്യമില്ല. ഈ തോർത്ത് എനിക്ക് ഉപകരിക്കും. കുളിച്ചിട്ട് തോർത്താലെനിക്ക് എന്റെ മോനച്ഛന് സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ടെന്നല്ലേ. അച്ഛനെന്ന് മതിയടാ സന്തോഷമായ അച്ഛൻ. ചില മാസം കൊടുക്കാന്ന് പറഞ്ഞ 50,000 കൊടുക്കാൻ ഇവന്റെ കാശില്ല. ഇതിനൊക്കെ വലിയ കാശുണ്ട്. എവിടെ കാശ്? സച്ചി, അതൊന്നും നീ അറിയണ്ട. അങ്കിളിന് കൊടുക്കാന്ന് പറഞ്ഞ കാശ് ഉറപ്പായിട്ടും കൊടുക്കും. അച്ഛാ വലിയൊരു തുക ചെലവാക്കിയിട്ടുണ്ട്. അന്ന് വേണ്ടി ഷോറൂമിൽ നിന്നും ടി.വി ഫ്രിഡ്ജ് ഒക്കെ എടുത്തോണ്ട് പോയ ആ ടീമില്ലേ, അവരെ പോലീസ് നോക്കിയിരുന്നല്ലോ. അവരതിന്റെയൊക്കെ കാശ് വില കൊടുത്തിട്ടുണ്ടാവും. എടാ, അവരെനിക്ക് കാശൊന്നും തന്നിട്ടില്ല. ഞാനൊരു ബിസിനസ്മാൻ അല്ലേ. എനിക്ക് അങ്ങനെ പല വഴിയിലൂടെയും കാശ് വരും. നിനക്കിപ്പോ എന്താ? ഇവന് കാശ് പറഞ്ഞു കിട്ടിയത്. നീ എന്തിനാ അതേക്കുറിച്ച് ആലോചിക്കുന്നത്? നിങ്ങൾ അകത്തേക്ക് പൊക്കോ. സൂര്യ കാരണം വയറെരിഞ്ഞിരിക്കുക രണ്ടെണ്ണത്തിന്റെ. അമ്മേ, ഈ സാരി ഒന്നും എടുത്ത് പുറത്തേക്ക് ഇറങ്ങണ്ട. ഇവനെ കടം വാങ്ങിച്ചായിരിക്കും. ഇവൻ കാശ് കൊടുത്തില്ലെങ്കിൽ അവര് സാരിയോടെ നിങ്ങൾ എടുത്തോണ്ട് പോകും. അങ്ങനെയൊന്നുമില്ല, ഒരിക്കലും ഇല്ല. ഇതാണ് സർപ്രൈസ്. ഇന്ന് മുതൽ നമ്മുടെ അച്ഛനെ കുളിച്ചു തോർത്താനുള്ള തോർത്ത്, അതും എന്റെ അച്ഛനെ ഇഷ്ടപ്പെട്ട കളറിൽ തന്നെ. അച്ഛാ, എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അച്ഛനത് വിഷമായല്ലേ? എന്റെ കൈ കിടന്ന് വളർന്ന മക്കളല്ലേടാ നിങ്ങൾ. തന്നോളം വളർന്നു എന്ന് ബോധ്യപ്പെടുമ്പോഴും നിങ്ങൾക്ക് എപ്പോഴും എന്റെ മനസ്സിൽ കൊച്ചുകുട്ടികൾ തന്നെ. എപ്പോഴും എന്റെ കയ്യിൽ തൂങ്ങി നടക്കാൻ വാശി പിടിക്കുന്ന സുധിയുടെ കുട്ടിക്കാല എന്റെ മനസ്സിലെപ്പോഴും. അവന്റെ കാര്യത്തിൽ ഇപ്പൊ എനിക്ക് സങ്കടമുണ്ട്. കർമ്മത്തില് എവിടെയോ പിഴച്ച പോലെ. എല്ലാരേക്കാളും അവൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങൾ കൂടുതലായിരുന്നു എനിക്ക്. പക്ഷേ ഇന്നവൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ മറ്റാരോ ആയിട്ടാ. വിടച്ച, അവനെ നന്നാക്കാൻ ആര് ശ്രമിച്ചാലും നന്നാവില്ല. അത് അവന്റെ കുഴപ്പമല്ല. അവന്റെ ജീവിതമാണ് ശരിയെന്ന് ചിന്തിക്കുന്നിടത്ത് ജീവിക്കുക. അവൻ ഇന്നും ഇപ്പോ നമ്മളൊക്കെ ആ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞില്ലേ? അച്ഛാ, ഒഴുക്കിനനുസരിച്ച് നമ്മളങ്ങ് പോയാൽ മതി. സ്വന്തം കാര്യത്തിൽ അവൻ നിർബന്ധ ബുദ്ധി കാട്ടുമ്പോ അച്ഛനൊന്ന് കണ്ണുകിട്ടിയാൽ മതി, മാറിക്കോളൂ. പക്ഷേ ഞാനൊരു അച്ഛനല്ല. വാർദ്ധക്യം പ്രാപിച്ച സ്വപ്നം കാണരുതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എന്റെ മക്കള് എനിക്ക് ചുറ്റും സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന സ്വപ്നം കാണാൻ ആഗ്രഹിച്ചുണ്ട് എനിക്ക്. പക്ഷേ സ്വപ്നത്തിൽ പോലും അത് വരുന്നില്ല. അവിടെയും ഇതൊരു കാത്തിരിപ്പ് എനിക്ക്. കേട്ടിട്ടില്ലേ, മാനത്തോളം സ്വപ്നം കണ്ടാലേ കൈക്കുമ്പോഴോളം ലഭിക്കുന്നു. ഇവിടെ അതുമില്ല. അച്ഛാ, മക്കളിൽ ആരോടെ സ്നേഹം അച്ഛനോട് ചോദിച്ചാൽ ഒരുപക്ഷെ അച്ഛൻ ഒരാളെ ചേർത്ത് പിടിക്കുമായിരിക്കും. പക്ഷെ അച്ഛന്റെ മനസ്സിൽ എല്ലാ മക്കളും ഒരുപോലെയാ. അച്ഛൻ സുധിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ കേട്ട ആദ്യത്തെ കാഴ്ച അവന്റെ ചിരി കണ്ടല്ലടാ. മക്കളെ സ്നേഹിക്കാനായിട്ട് ഞാൻ പഠിച്ചു. വളർന്നപ്പോ സ്നേഹം ഞാൻ ആഗ്രഹിച്ചതുപോലെ കിട്ടിയത് നിന്നിൽ നിന്ന്. അത് ഞാൻ അവൾ ആസ്വദിച്ചു. പക്ഷെ എവിടെയോ ഒരു ശൂന്യത വന്നിരുന്നു. അത് സുധിയുടെ സ്നേഹത്തോടെയുള്ളൊരു ചിരിയായിരുന്നു. അച്ഛാ, സ്വപ്നങ്ങൾ കണ്ടു വളർന്നവനാ ഞാൻ. പിന്നെ എപ്പോഴും അതൊക്കെ കൈവിട്ടുപോയി. ജീവിക്കാനും അറിയാതെ പോയി. പക്ഷെ ഒന്ന് മാത്രം അറിയാറ്, എന്റെ അച്ഛനെയും സ്നേഹിക്കാൻ. എനിക്ക് നീക്കിയിരിപ്പൊന്നുമില്ല. ഒരുപാട് ചെലവ് ചെയ്ത് ചുറ്റുള്ളവരുടെ ബഹുമാനം വാങ്ങിക്കാനും അറിയില്ല. പക്ഷെ അച്ഛനെ ഞാൻ ഒരുപാട് സ്നേഹിക്കാം. സ്നേഹമല്ലാതെ എന്റെ ഒന്നുമില്ല അച്ഛാ. അത് ഞാൻ തരാം ഒരുപാട്. പക്ഷെ എന്റെ അച്ഛൻ അറിയരുത്. ഈ ചിരിക്കുന്ന മുഖമല്ല അച്ഛാ എന്റെ ബലം. അപ്പൊ എന്റെ അച്ഛന്റെ മുഖം ഒന്ന് മാറിയ. അറിയാടാ, എവിടെ വീണാലും നീ എന്നെ വാരിയെടുക്കുമെന്ന് എനിക്കറിയാം. 3 മക്കളും എന്നെ ചുറ്റും നിന്ന് ചേർത്ത് പിടിക്കുമെന്ന് വെറുതെ ഞാൻ സ്വപ്നം കണ്ടോളാം. പക്ഷെ നീ എന്നെ ചേർത്ത് പിടിച്ചോളണം അച്ഛാ. എന്നാലും എന്റെ സുധി, എനിക്ക് നെക്ലസ് ഒക്കെ. അല്ല, ഇതെല്ലാം കൂടി 10 lakhs ആയോ? എല്ലാം കൂടി 10 lakhsനടുത്തായി. ഇത് മാത്രം നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ വാങ്ങിയാ നോക്കിയേ. 5,000ന്റെ പാർട്ടി വെയർ ചുരിദാറ്. ഇത് പിന്നെ അതെ, അതൊക്കെ ഞാൻ പിന്നെ നോക്കിക്കോളാം. അല്ല, ഇതൊക്കെ വാങ്ങാൻ സുധിയുടെ എവിടുന്ന് ഇത്രയും ക്യാഷ്? അതൊക്കെ ഉണ്ട്. എവിടുന്നാ കാശ് കിട്ടിയത്? എന്റെ ശ്രുതി, അന്ന് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തിരുന്നല്ലോ, ആ കാർഡ് കിട്ടി. അപ്പോ ഇതെല്ലാം ക്രെഡിറ്റ് കാർഡിലാണോ വാങ്ങിയത്? അതെ. ഈ ക്യാഷ് ഒക്കെ കൃത്യസമയത്ത് തന്നെ തിരിച്ചടയ്ക്കാൻ പറ്റുമോ? തിരിച്ചടച്ചില്ലെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അതൊക്കെ ഈസി ആയിട്ട് തിരിച്ചടയ്ക്കാന്നേ. എന്നാലും എന്താ, ഞാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച സാധനങ്ങൾ വാങ്ങിയതൊന്നും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ഒരു ദേഷ്യമില്ല. നെക്ലേസ് ഒക്കെ അല്ലേ വാങ്ങിയത്? അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. ആന്റിക്കും സന്തോഷായി. സച്ചിയേട്ടൻ വാങ്ങിക്കുന്ന സ്വർണം മാത്രമേ കഴുത്തിലിടൂന്ന് രേവതി ശപഥം ചെയ്തിട്ട് കാലം എത്രയായി? താലിമാല വാങ്ങിക്കൊടുത്തതിന് ശേഷം ഇന്നേ വരെ ഒരു തരി സ്വർണം പോലും സച്ചി രേവതിക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ല. പക്ഷേ സുധി എനിക്ക് വാങ്ങി തന്നു. അവനെ കൊണ്ട് അതിനൊന്നും പറ്റില്ലെന്നേ. അവനാര്? ഈ ഞാനാര്? ബാങ്കുകാര് ഇങ്ങോട്ട് വിളിച്ചാ എനിക്ക് ക്രെഡിറ്റ് കാർഡ് തന്നത്. അവന് കൊടുക്കൂ. അവനും എന്നെ പോലെ സിവിൽ സ്കോർ ഒന്നും ഇല്ലല്ലോ. അതെ, ക്രെഡിറ്റ് കാർഡ് ബില്ലൊക്കെ കറക്റ്റ് ആയിട്ട് പേ ചെയ്യണം സുധി. അതൊന്നും പ്രശ്നമില്ലെന്നേ. ഇപ്പൊ നമ്മുടെ ഷോറൂം നല്ല രീതിയിൽ റൺ ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് കുഴപ്പമില്ലാത്ത വരുമാനവും ഉണ്ട്. ഇപ്പോ കുറേശ്ശെ ആയിട്ട് നമ്മുടെ ലൈഫ് മാറിക്കൊണ്ടിരിക്കുക. ഇതിനൊക്കെ കാരണം എന്റെ ശ്രുതിയാ. ഞാനോ? അതെ, നീ എന്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണല്ലോ എന്റെ ലൈഫ് കുറച്ചുകൂടി ബ്രൈറ്റ് ആയത്. നീ കൂടെ ഉണ്ടായിരുന്ന മാത്രം മതി ശ്രുതി.
ഞാൻ ഇങ്ങനെ ഉയരങ്ങളിലേക്ക് കയറി 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 പൊയ്ക്കൊണ്ടിരിക്കും. ആണോ? ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു നാൾ ഞാനൊരു മൾട്ടി മില്യണർ ആവും ശ്രുതി, മൾട്ടി മില്യണർ. നീ എന്റെ ഭാഗ്യമാണ് ശ്രുതി, ഭാഗ്യം. ശ്രുതിക്ക് ചാലഞ്ച് ഉണ്ട്. ഉറപ്പായും ശ്രുതിയുടെ ഡ്രീം അച്ചീവ് ചെയ്യും. Yes. എന്റെ ശ്രുതി. കൈക്കിപ്പോ വേദനയൊന്നുമില്ലല്ലോ? വേദനയൊന്നുമില്ലമ്മേ. കുറച്ചു നാളത്തേക്ക് വെയിറ്റ് ഒന്നും എടുക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ദേ, ഇനി വേണ്ടാത്ത പണിക്കൊന്നും പോകരുത് കേട്ടോ. അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം. അമ്മ അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കാതെ. അമ്മ ചേച്ചി വിളിച്ചോ? ശോ, ഇല്ല, വിളിക്കാം. ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം ചേച്ചി മറന്നുവെന്നാ തോന്നുന്നത്. എന്നെ വിളിച്ച് വിഷ് ചെയ്തത് പോലുമില്ല. അവളതൊന്നും മറക്കില്ല. പിന്നെ വിളിക്കാന്ന് വിചാരിച്ചിരിക്കായിരിക്കും. അമ്മ ചേച്ചി വിളിച്ച് വരാൻ പറ. ചേച്ചി ഇല്ലാതെ എന്ത് ബർത്ത്ഡേ ഫംഗ്ഷൻ കേക്ക് കട്ട് ചെയ്യുമ്പോ എന്റെ കൂടെ ചേച്ചിയും വേണം. ഞാനിപ്പോ വിളിക്കാടാ. അതെ, ചേച്ചിയോട് മാത്രം വരാൻ പറഞ്ഞാൽ മതി. ചേച്ചിയോട് ഹസ്ബൻഡ് വരരുത്. എന്താടാ അതെന്താ സച്ചി വരണ്ടാന്ന് പറഞ്ഞത്? അവനും ഈ വീട്ടിലെ ഒരാളല്ലേ? അമ്മ കൂടുതലൊന്നും പറയണ്ട. അദ്ദേഹം വന്നാ പിന്നെ ഞാനിവിടെ നിൽക്കില്ല. ചേച്ചിയോട് പറഞ്ഞേക്ക് അദ്ദേഹത്തെ കൂട്ടരുതെന്ന്. സച്ചി ഇല്ലാതെ രേവതി മാത്രം എങ്ങനെ വരാനാ? അതെന്താ ചേച്ചിക്ക് ഒറ്റയ്ക്ക് വരാൻ അറിയില്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം എന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് വരരുത്. അദ്ദേഹം വന്നാലേ ഞാൻ പിന്നെ ഇവിടെ നിൽക്കില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. എടി ശരത്തെ, മോളെ ഞാൻ നിന്നെ വിളിക്കാൻ നോക്കുമായിരുന്നു. അപ്പോഴാ നീ ഇങ്ങോട്ട് വിളിച്ചത്. അമ്മേ, ശരത്തില്ലേ അവിടെ? ഇന്ന് അവന്റെ ബർത്ത്ഡേ അല്ലേ? വിഷയം വേണ്ടി വിളിച്ചപ്പോ ആ ഫോൺ എടുത്തില്ല. അവൻ ഇവിടെ തന്നെയുണ്ട്. ആഹാ. ഇവിടെ കേക്കൊക്കെ മുറിച്ച് ചെറിയൊരു ആഘോഷം നടത്തുന്നുണ്ട്. നീ സച്ചിയോട് പറയണം, അവനെയും കൂട്ടി വരണം. ഞാൻ പറയാമേ. എന്നാലും സച്ചിയുടെ അമ്മ തന്നെ ഒന്ന് വിളിക്കാം. എന്താ അമ്മയൊന്നും മിണ്ടാത്തെ? അത് ശരത്തിന്റെ കൈയൊക്കെ ശരിയായി, പക്ഷെ അവന്റെ തല ഇപ്പോഴും ശരിയായിട്ടില്ല. അവൻ എന്തൊക്കെയോ പറയുന്നു. അവൻ എന്ത് പറഞ്ഞെന്നാ? അത് ഫംഗ്ഷന് സച്ചി വരാൻ പാടില്ലെന്ന്, അവനെ വിളിക്കാൻ പാടില്ലെന്നാ പറയുന്നത്. അങ്ങനെയൊക്കെ പറയാൻ മാത്രം അവൻ വളർന്നുല്ലേ? ഫംഗ്ഷന് സച്ചി വരണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. പക്ഷെ സച്ചി വന്ന ശരത്ത് എന്തെങ്കിലുമൊക്കെ പറയും. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സച്ചി അപമാനിക്കപ്പെടും. പ്രശ്നമാകും. മോളെ, നല്ല പേടിയുണ്ട് അമ്മയ്ക്ക്. അമ്മ അവനൊന്ന് ഫോൺ കൊടുത്തേ. അത് മോളെ, ശരത്തെ ഇങ്ങ് വന്നേടാ. എന്താ അമ്മേ? രേവതിയാ, സംസാരിക്കാൻ. സോറി ചേച്ചി വിളിച്ചത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഫോൺ സൈലന്റ് മോഡിലായിരുന്നു. എന്താണ് നിന്റെ മനസ്സിൽ? എന്താ നിന്റെ വിചാരം? വലിയ ഓർഡർ കിട്ടുന്നു കേട്ടു. അത്രയ്ക്ക് നീ വളർന്നോ? ചേച്ചി അതിന് ഞാനെന്ത് ചെയ്തു? ബർത്ത്ഡേ ഫംഗ്ഷന് സച്ചേട്ടൻ വരണ്ടെന്ന് നീ പറഞ്ഞില്ലേ? എന്തൊരു അഹങ്കാരടാ നിനക്ക്. അദ്ദേഹം വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഫംഗ്ഷന് ചേച്ചി മാത്രം വന്നാൽ മതി. എടാ, അദ്ദേഹം വരാത്ത ഫംഗ്ഷന് ഞാൻ മാത്രം എങ്ങനെ വരാനാ? ചേച്ചി അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ല. എന്താ അദ്ദേഹം വന്നാല് അതും ഇതൊക്കെ പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കും. അന്ന് അച്ഛന്റെ ആണ്ടിലൊന്നും കണ്ടല്ലേ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മളെ അപമാനിച്ചിട്ടാ പോയത്. അന്ന് പ്രശ്നം ഉണ്ടാക്കിയത് അവനല്ലല്ലോ. എനിക്ക് അദ്ദേഹത്തെ കാണുന്ന പോലും ഇഷ്ടമല്ല. എന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് അദ്ദേഹം ഉണ്ടാവാൻ പാടില്ല. ചേച്ചി ഉറപ്പായിട്ടും വരണം, വന്നിരിക്കണം. ചേച്ചി അദ്ദേഹത്തെ കൂട്ടി ഇവിടെ വന്ന ഞാൻ ഇവിടെ ഇറങ്ങി പോകും. കേക്ക് പിന്നെ നിങ്ങൾ കട്ട് ചെയ്യേണ്ടി വരും. ഫംഗ്ഷൻ നിങ്ങൾ തന്നെ നടത്തിയാൽ മതി. വൈകുന്നേരം ചേച്ചി വരണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു. ആ സന്തോഷം കെടുത്തരുത്. ചേച്ചി വരണം, അദ്ദേഹം കൂടെ ഉണ്ടാവരുത്. എടാ ശരത്തെ, മോളെ അവൻ പുറത്തേക്ക് പോയി. പറഞ്ഞത് കേട്ടില്ലേ? ഇനി എന്താ ഇപ്പൊ ചെയ്യാ? അവന് സച്ചേട്ടൻ ഇഷ്ടമല്ല. ഒരു ശത്രുവിനെ പോലെയൊക്കെ കാണുന്നത്. സച്ചേട്ടൻ പറയുന്നതും ചെയ്യുന്നതൊക്കെ അവന് നല്ലതിന് വേണ്ടി മാത്രം. അതാണെങ്കിൽ അവന് മനസ്സിലാവുന്നില്ല. ഇവര് തമ്മിലുള്ള പ്രശ്നം ഇനി എന്നാണാവോ തീരാ? ഇതിനിടെ കിടന്ന് വിഷമിക്കുന്നത് മറ്റുള്ളവരും. മോളെ, നീ എന്ത് തീരുമാനിച്ചു? ആലോചിക്കട്ടെ. അമ്മ വിഷമിക്കണ്ട. എന്തായാലും ഫംഗ്ഷനൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കണം. ഞാൻ പിന്നെ വിളിക്കാം. ശരി മോളെ. ശരി അമ്മ.